വക്കീൽ പറഞ്ഞത് ഗിരിയേട്ടനെതിരെയുള്ള കേസ് നല്ല സ്ട്രോങ് ആണെന്നാ. ആ വക്കീലിനെ വിശ്വസിക്കാൻ പറ്റുമോ? അല്ല, ഈ നാട്ടിലെ മിക്ക വക്കീലന്മാരും ഗോപാൽജിയുടെ പോക്കറ്റിനുള്ളില്. അപ്പോ സ്വാഭാവികമായും അങ്ങനെ ഒരു സംശയം തോന്നുമല്ലോ. എന്റെ വക്കീലിനെ വിശ്വസിക്കാം. പക്ഷെ അയാള് പറഞ്ഞത് ഗിരിയേട്ടന് അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ലെന്നാ. ഏയ്, അവൻ ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ല. ഡാഡി അവനെ അങ്ങനെ പൂട്ടിയിരിക്കുന്നത്. വളരെ ശരിയാ. ഗിരിയെ കുറെ കാലത്തേക്ക് ഇനി ജയിലിൽ തന്നെയായിരിക്കും. നിങ്ങളെ സഹായിക്കാൻ ഇനി അവൻ വരുമെന്ന് പ്രതീക്ഷിക്കണം. ഗോപാൽജി, നിന്നോട് എനിക്ക് ഒരു പ്രശ്നമില്ല ഉച്ചേ. പക്ഷേ നീ ഈ വിഷയത്തിൽ തലയിട്ട ഞാൻ പ്രതികരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. ഗിരിയേട്ടനെ ലക്ഷ്യം വെച്ച നിമിഷം മുതൽ താൻ എന്റെ ശത്രുവായി കഴിഞ്ഞു. എനിക്ക് തന്നെ പേടിയില്ല. ഡാഡി വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരണ്ട. സഞ്ജുവേട്ടനെ ബലമായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാൻ അച്ഛൻ കരുതണ്ട. എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാനത് എളുപ്പത്തിൽ അങ്ങ് ചെയ്യും. നിനക്കൊന്നുമേ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഞാൻ ചെയ്താല് ഞാൻ വെറും കയ്യൂക്കിന്റെ ബലത്തില് ജയിച്ച പോലെ ആയിപ്പോവും. നീ ഭയങ്കര ബുദ്ധിമതിയെന്നാണല്ലോ നിന്റെ വിചാരം. നിന്റെ ആ ആത്മവിശ്വാസം എനിക്കൊന്ന് തകർക്കണം. ഇവന്റെ ഇഷ്ടപ്രകാരം എന്റെ കൂടെ വരുമെന്ന് മാത്രമല്ല, നിന്നെ ഉപേക്ഷിക്കുകയും ചെയ്യും. എന്താ നിനക്ക് കാണണോ? ഇവിടെ ഇത്രയും കാലം നിന്നെ പറ്റിക്കായിരുന്നടാ. ഞാനോ ശാലിനിയോ അത് പറഞ്ഞാ നീ വിശ്വസിക്കില്ല. തെളിവ് സഹിതം അത് പറഞ്ഞാ നീ വിശ്വസിക്കോ? ദേ ഒന്ന് കേട്ടു നോക്ക്. ഇപ്പൊ ചെക്കപ്പ് ചെയ്യാം, വാ. ചെക്കപ്പ് ചെയ്യാനൊന്നും ഇല്ല. ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ല. പക്ഷെ ഈ ഗർഭത്തിന്റെ പേരും പറഞ്ഞ ഞാൻ എന്റെ കല്യാണം നടത്തിയെടുത്തത്. അതുകൊണ്ട് ഇപ്പം ഞാൻ പ്രഗ്നന്റ് അല്ലെന്ന് അറിഞ്ഞ ആകെ പ്രോബ്ലം ആവും. ചേച്ചി വെറുതെ ചെക്കപ്പ് ചെയ്തെന്നും പറഞ്ഞ് എല്ലാം നോർമൽ ആണെന്ന് ഒരു റിപ്പോർട്ട് തന്നാ മതി. നീ എന്തൊക്കെയായി പറയുന്നേ? അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനൊരു ഡോക്ടറാ. ഇങ്ങനെ കള്ള റിപ്പോർട്ട് എഴുതാനൊന്നും എന്നെ കിട്ടില്ല. ഇല്ലാത്ത കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ഇവള് നിന്നെ പറ്റിക്കായിരുന്നു. നമ്മുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ഇവള് കളിച്ച വേറൊരു നാടകമായിരുന്നത്. പക്ഷേ ദൈവം ഇവക്ക് അറിഞ്ഞുകൊണ്ട് ഒരു 8ന്റെ പണി കൊടുത്തു. കുഞ്ഞിന്റെ പേരിൽ നാടകം കളിച്ച ഇവക്ക് ഇനി ഒരിക്കലും ഒരു കുഞ്ഞ് ജനിക്കില്ല. നിന്റെ ഭീഷണിക്ക് വഴങ്ങി മതിയായപ്പോ ആ ഡോക്ടറാ എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞത്. അവള് നല്ല പഠിപ്പും വിവരമുള്ള കുട്ടിയായതുകൊണ്ടേ നീ നടത്തിയ സംഭാഷണങ്ങളെല്ലാം അവള് റെക്കോർഡ് ചെയ്തിരുന്നു. ഹേയ്, ഇതിനെക്കുറിച്ച് പ്രീതിക്കെല്ലാം അറിയായിരുന്നല്ലേ? എനിക്ക് മാത്രമല്ല, ഈ കുടുംബക്കാർക്ക് എല്ലാം അറിയായിരുന്നു. പ്രീതി, ഇനി നുണ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇവളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോടാ? സഞ്ജുവേട്ടാ, ഞാൻ ഞാൻ കുറെ പെണ്ണുങ്ങളെ ചതിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാ ഒരുത്തി എന്നെ ചതിക്കുന്നത്. നിനക്ക് വേണ്ടി ഞാൻ എന്റെ കുടുംബത്തെ എതിർത്തു. അപ്പോഴെല്ലാം എന്നെ മണ്ടനാക്കിയിട്ട് നീ ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷിക്കായിരുന്നു അല്ലേ? നിന്നെയൊക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാ ഞാൻ ചെയ്ത് തെറ്റ്. ഇനി നിനക്ക് എന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനമില്ല. സഞ്ജുവേട്ടാ, ഇനി എന്നെ അങ്ങനെ വിളിച്ചു പോരുത്. എന്നെ വഞ്ചിച്ചിട്ട് നിനക്ക് മനസമാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് നീ കരുതണ്ട. പ്രീതി, ഇത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം. എനിക്ക് ഇടപെടുന്നതിനൊരു പരിധിയുണ്ട്. മിടുക്കി, അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്ക്. സഞ്ജുവേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പ്ലീസ്. നിന്നെ ഞാൻ ഗിരിയേട്ടനില്ലാത്തോണ്ട് ഈ വീട്ടിൽ കയറി എന്ത് തോന്നിയാസം കാണിക്കാന്ന് അച്ഛനും മോനും കരുതിയെങ്കിൽ അത് തെറ്റി. ഞാൻ എന്നും ഈ കുടുംബത്തിന് കാവലായിട്ട് ഇവിടെ ഉണ്ടാവും.
മാഡത്തിനെ ചതിച്ച ഭർത്താവിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? നീ നിന്റെ ദാമ്പത്യത്തിന്റെ കാര്യം അന്വേഷിച്ചാ മതി. എന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം. ഇനി മേലാൽ നിങ്ങളെ ഈ പരിസരത്ത് കണ്ട തൂക്കിയെടുത്ത് ലോക്കപ്പിലിട്ട് പെരുമാറും. നീ വാടാവനെ. മാഡം ഭർത്താവ് അറസ്റ്റിലായതിന്റെ വിഷമത്തിലാ സംസാരിക്കുന്നേ. ഗിരിയോടെ എന്റെ അന്വേഷണം പറഞ്ഞേക്കണേ. വാടാ. വാ. നീ ഓക്കെ ആണോ? ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട. ഇവരുടെ ശല്യം ഇനി ഉണ്ടാവുകയാണെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. പേടിക്കണ്ട. ഞാനന്ന് അമ്മയെ കണ്ടിട്ട് വരാം.